നമസ്കാരം. ഇന്നലെ കോഴിക്കോട് വെച്ച് രക്ഷണം കുടുംബത്തിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വളരെ വലിയ റെസ്പോൺസാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ തിരിച്ച് അവർക്കും ആ ഒരു വിശ്വാസം കിട്ടി എന്നാണ് എന്റെ ഒരു കരുതൽ. പല ആളുകൾക്കും ഉണ്ടായിരുന്ന ഡൗട്ടുകൾ അത് ക്ലിയർ ചെയ്തു. എങ്ങനെയാണ് രക്ഷണം മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചു, അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്താണ് രക്ഷണത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിക്കൊണ്ട് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അത് ഒരു 10 മിനിറ്റ് എന്റെ കൂടെ ഇരിക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് നമ്മൾ വ്യക്തമാക്കി കൊടുത്തു. അത് അവർക്ക് മനസ്സിലായി. അവരതിന്റെ ആ ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം തന്നൊരു വിഷയം കൂടിയാണ്. കാരണം നമ്മളൊരു വിഷയത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക, അവരുടെ ഒരു വിശ്വാസം നമ്മൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ സമയത്ത് അവർക്കത് മനസ്സിലാവുകയാണ്. നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഞാൻ വരുത്തേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അവരുടെ മാറ്റങ്ങൾ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ടാവും. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഇന്നലെ മുതൽ അവരുടെ ജീവിതത്തിലെ ആ മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും. അവർ അവരുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളിൽ ജാതി കാണാതെ, രാഷ്ട്രീയം കാണാതെ അവർ അദ്ദേഹത്തെ നോക്കി ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അത് മതി. ആ ഒരു പുഞ്ചിരി പരസ്പരം നമ്മൾ കൈമാറിയാൽ തന്നെ നമ്മുടെ പകയും വിദ്വേഷവും, നമ്മുടെ രാഷ്ട്രീയ വിദ്വേഷങ്ങളും, ജാതിപരമായിട്ടുള്ള വിദ്വേഷങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഞാൻ ഹൈന്ദവനാണ്, എന്റെ അമ്മ പെറ്റ മകൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നവരും എന്നുള്ള ആ ബോധം അവനുള്ളിൽ ഉണർന്നു വരും. ആ ഉണർന്നു വന്നു കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം വേറെ ഇല്ല എന്നുള്ളതാണ്. നമുക്ക് പ്രശ്നങ്ങളുണ്ട് നമുക്കിങ്ങനെ തോന്നും. ആ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഇവിടെ നമ്മളൊരു അമ്മ പെറ്റ മക്കളെ പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും ഈ ഭൂമിയിലില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും, എനി പ്രോബ്ലം, അത് ഒരു കൂട്ടമായി കൊണ്ട് തീർക്കാൻ ആളുകൾ വരികയാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു, 1,00,000 പേര് നിങ്ങളുടെ മുമ്പിലോട്ട് വരികയാണ് രക്ഷണം കുടുംബമായിട്ട്. മനസ്സിലായോ? അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്കുണ്ടാവുന്ന ആത്മവിശ്വാസം എത്രയാണ്? ഇതിനെ തകർക്കാൻ പലരും ശ്രമിക്കും എന്ന് ഞാൻ പറയാൻ കാരണം ഇത് തന്നെയാണ്. ചിലപ്പോൾ എന്റെ ജീവന് വരെ ഭീഷണി ഉണ്ടാവാം, ചിലപ്പോൾ എന്റെ ജീവൻ തന്നെ പോവാം. പക്ഷെ രക്ഷണം മുന്നോട്ട് പോകണം. ഞാൻ എപ്പോഴും എന്റെ ട്രസ്റ്റി അംഗങ്ങളായിട്ടുള്ള ആളുകളോട് പറയുന്ന ഒരു കാര്യമാണ്, നാളെ ഇതിന്റെ പേരിൽ ചിലപ്പോൾ എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ബട്ട് മുന്നോട്ട് പോകണം. വളരെ ശക്തമായിക്കൊണ്ട് തന്നെ രക്ഷണം മുന്നോട്ട് പോകണം. കാരണം ഞാൻ ഈ പറഞ്ഞ രീതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ നിങ്ങളെ തേടി 1,00,000 പേര് നിങ്ങളുടെ അടുത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് എത്ര വലിയ ഒരു പുണ്യമാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക. അവിടെ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും ജാതി പറഞ്ഞുകൊണ്ടും വെറുപ്പിച്ച് നിൽക്കുമ്പോൾ ഒരാൾ പോലും, ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിൽ നിന്നും രക്ഷണം എന്ന് പറയുന്ന നമ്മുടെ ചിന്താഗതിയിലോട്ട് വരുമ്പോൾ, ആ ഒരു വലിയ ലക്ഷ്യത്തിലോട്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളെ കാണാനും നിങ്ങളെ കേൾക്കാനും ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങളൊന്ന് തളർന്ന് വീണ് കഴിയുമ്പോൾ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരേ മനസ്സുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ വെമ്പി നിൽക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ആ ലഹരി നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയത്തിന് തരാൻ പറ്റും? ഏത് ജാതിക്ക് തരാൻ പറ്റും? ഒന്നിനും തരാൻ പറ്റില്ല. പകരം രക്ഷണത്തിന് തരാൻ പറ്റും. അതാണ് രക്ഷണം. അതാവണം രക്ഷണം. ഈ രക്ഷണത്തിന്റെ അകത്ത് വന്നിട്ടും എനിക്ക് രാഷ്ട്രീയം കളിക്കാം, എനിക്ക് ജാതി കളിക്കാം എന്നുള്ള ചിന്ത കൊണ്ട് ഒരുത്തരും കൊണ്ട് കയറി വരണ്ട. ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾക്കെതിരെയാവും. ഈ 2 വശം നിങ്ങൾ ചിന്തിക്കണം. ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നവനാരോ, രക്ഷണം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവനാരോ, അവൻ സമൂഹത്തിൽ ഒറ്റപ്പെടും. അവൻ സ്വയം തകരും. ഇത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ളൊരു കളിയാണ്. ഈ കളിക്ക് നിങ്ങൾ എതിരെ നിൽക്കുമ്പോൾ, ഈ കളിക്ക് നിങ്ങൾ എതിരെ വരുമ്പോൾ സ്വയം ചിന്തിച്ചോണം നിങ്ങളുടെ നാശം തുടങ്ങിയെന്ന്. കാരണം അത്രത്തോളം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം. പല കാരണങ്ങൾ.
അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ ഈ ഇടനെഞ്ചിലോട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവർക്കത് അനുഭവിക്കാൻ പറ്റും. ഇന്നലെ തന്നെ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് വളരെ സന്തോഷമായി. അത് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്റെ ട്രസ്റ്റിൽ ഒരു അംഗത്തിനെ വിളിച്ച ഒരാൾ പറയാണ്, കോഴിക്കോട് ആ മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാൾ പറയാണ്, നാളെ മുതൽ എന്റെ കുടുംബത്തിൽ ഞാൻ രക്ഷണം കുടുംബം എന്ന് എഴുതി വെക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ അതിന്റെ അടിയിൽ തന്നെ എഴുതി വെക്കാൻ പോവുകയാണ് അത്ര, ഇവിടെ ഏത് സമയം നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ട് എന്ന്. നോക്കൂ, അപ്പൊ ഒരൊറ്റ മീറ്റിംഗിൽ ഇങ്ങനൊരു ചിന്ത അവിടുത്തെ ആളുകൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ പങ്കെടുത്ത ആളുകൾക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുക എവിടേക്കാണ് രക്ഷണം പോകുന്നത് എന്ന്. സാഹോദര്യം വിളിച്ചു പറയുകയല്ല, അവന്റെ ജീവിതത്തിൽ അവൻ അത് ശീലിക്കുകയാണ് ചെയ്യുന്നത്. ആ ശീലത്തെയാണ് നമ്മൾ രക്ഷണം എന്ന് പറയുന്നത്. ആ ഒരു പ്രസ്ഥാനം, രക്ഷണം എന്ന് പറയുന്ന ആ ഒരു ചിന്ത, ആ ഒരു ട്രസ്റ്റ്, അതിനൊന്നും പകരം വെക്കാൻ ഇനി ഇവിടെ ആർക്കും വരാൻ സാധ്യമല്ല. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, എന്താണ് രക്ഷണം എന്നുള്ളത്. നിങ്ങൾ എന്റെ കൂടെ 5 മിനിറ്റ് നിൽക്കൂ, എന്റെ കൂടെ വരൂ, 5 മിനിറ്റ് എന്നോട് സംസാരിക്കൂ. നിങ്ങൾ എന്താകണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയും നിങ്ങൾ എന്തായി എന്നുള്ളത്. അതാണ് നമ്മൾക്ക് വേണ്ടത്. എന്താണ്? സാഹോദര്യമാണ്, അല്ലെ? അത് പറച്ചില്ലല്ല, ജീവിതത്തിൽ അത് പാലിക്കണം. എല്ലാവരും ചേർത്ത് പിടിക്കണം. അതാണ് ഒരു ഹൈന്ദവൻ ചെയ്യേണ്ടതിന്. ഒരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ ചെയ്യേണ്ടത്, ഏതൊരുവനായിക്കോട്ടെ അവനെ കൈവിടരുത്. അവന് നിങ്ങൾ പല പേരുകളും കൊടുക്കാം. അവൻ തമ്മാടിയാണ്, അവൻ കള്ളുകുടിയനാണ്, അവൻ അതാണ് ഇതാണ്, എന്ത് പേരിലും നിങ്ങൾക്ക് അവനെ അഭിസംബോധന ചെയ്യാം ഇന്നലെ വരെ. ഇനി അത് പാടില്ല എന്നാണ് രക്ഷണം മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അവൻ എങ്ങനെയായിക്കോട്ടെ, അവനെ ആ കോലത്തിലാക്കിയത് ഈ സമൂഹമാണ്. അവനെ അവിടെ നിന്ന് രക്ഷിക്കേണ്ടതും ഈ സമൂഹത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അവനൊരു മദ്യപാനിയാണെന്ന് പറഞ്ഞിട്ട് അവനെ ഒതുക്കി നിർത്തുകയല്ല, അവനെ ചേർത്ത് നിർത്തുക. ചേർത്ത് നിർത്തുമ്പോൾ ആ കരങ്ങളുടെ കരുത്തും സ്നേഹവും അവൻ അറിയുമ്പോൾ താനെ നന്നായിക്കോളും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതാണ് രക്ഷണം. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനെ തകർക്കാൻ പല രീതിയിൽ ആളുകൾ ഇന്നും ശ്രമിക്കുന്നുണ്ട്. പല ആളുകൾ വിളിച്ച് പറയുന്നുണ്ട്, ഇത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ. ഏതൊരാളെന്നല്ലേ നമ്മുടെ ഒരു തിരുവനന്തപുരത്ത് ഗ്രൂപ്പിൽ ആരോടോ പറഞ്ഞത്, ഇതൊരു ചക്രവ്യൂഹമാണ്, ഇതിനുള്ളിൽ പെട്ട് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യമാണ്. രക്ഷണം എന്ന് പറയുന്നത് ഒരു ചക്രവ്യൂഹം തന്നെയാണ്. അതിൻ്റെ ഉള്ളോട്ട് കയറിയാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം അതിൻ്റെ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് പോകേണ്ട കാര്യം നിങ്ങൾക്കില്ല. അവിടെ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് സ്നേഹമുണ്ട്, പരിപാലനമുണ്ട്, സഹായ ഹസ്തങ്ങളുണ്ട്, ചേർത്ത് പിടിക്കാൻ ഒരുപാട് കരങ്ങളുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ ആ ചക്രവ്യൂഹം വിട്ട് പുറത്തു പോകണം? അഭിമന്യു ചക്രവ്യൂഹം വിട്ട് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു, കാരണം അവന് രക്ഷ വേണമായിരുന്നു. പക്ഷെ അവനത് പഠിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ ചക്രവ്യൂഹത്തിലോട്ട് പോവുകയാണ്, തിരിച്ചു വരരുത് എന്ന് എഴുതിയിട്ട്. ആ ചക്രവ്യൂഹത്തിൽ നമ്മളെല്ലാവരും സുരക്ഷിതരാണ്. അത് രക്ഷണം എന്ന് പറയുന്ന ഒരു ചക്രവ്യൂഹമാണ്. അവിടെ ഞാൻ പറഞ്ഞ പോലെ സ്നേഹമുണ്ട്, പരിപാലനമുണ്ട്, ഒരുപാട് ആളുകൾ നമ്മളെ ചേർത്ത് നിർത്താനുള്ള കരങ്ങളുണ്ട്. നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെന്തിനു നമ്മൾ വിട്ടുപോകണം? അല്ലേ? ഒരിക്കലും വിട്ടുപോകണ്ട. അപ്പൊ രക്ഷണം അതാണ് ഇനി നമ്മുടെ ട്രേഡ് മാർക്ക്. അതായിരിക്കണം ഇനി നമ്മുടെ ജീവിത ലക്ഷ്യവും. സമസ്ത ഹിന്ദു സുഖിനോ ഭവന്തു. യെസ്, എല്ലാ ഹൈന്ദവരും അത് തന്നെ. നമ്മൾ നന്നായാൽ മതി, ലോകം താനെ നന്നായി കൂടും. ഈ കേരളത്തിലെ ഹൈന്ദവ ജനത നന്നായാൽ മതി, ഉയർന്നാ മതി, ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയാൽ മതി, കേരളം താനെ മാറിക്കോളും. പഴയ ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് തിരിച്ച് നിങ്ങളുടെ കയ്യിൽ ഞാൻ തരാം കേരളത്തെ. നിങ്ങളുടെ മക്കൾക്ക് അല്ലലില്ലാതെ, ആരെയും ഭയപ്പെടാതെ, അഭിപ്രായ സ്വാതന്ത്ര്യം മൂടി വെക്കപ്പെടാതെ വിളിച്ചു പറയാനുള്ള ശക്തി ആ നാവിന് ഞാൻ നൽകാം. നിങ്ങൾ വാ, രക്ഷണം കുടുംബത്തിലോട്ട്. നന്ദി, നമസ്കാരം.